എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള +1 അലോട്ട്മെന്റ് 2025 നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ +1 പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും എന്ന് HSCAP ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് എങ്ങനെ ചെക്ക് ചെയ്യാം? നാളെ മുതൽ വീണ്ടും എഡിറ്റ് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട്. ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കില്ല. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കും. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ HSCAP മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. +1 അലോട്ട്മെന്റ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. ട്രയൽ അലോട്ട്മെന്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള വിവരങ്ങൾ നാളെ വൈകുന്നേരം 5 മണിയോടെ ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ പുറത്തുവിടുമെന്ന് HSCAP അറിയിച്ചെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ ഒരു സാധാരണ ദിവസങ്ങളിൽ എന്താണ് HSCAP നാളെ വരുമെന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണോ വരുമെന്ന് പറയുന്നത് അതിൻ്റെ തലേ ദിവസം എല്ലാ അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളും പുറത്തു വരാറുണ്ട്. HSCAP പറഞ്ഞതിന് കഴിഞ്ഞും നാളെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിവസമാണോ വരുമെന്ന് പറയുന്നതിൻ്റെ തലേ ദിവസം വരാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് പുറത്ത് വിടുമെന്നാണ് പറയുന്നതെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്കൊരു ഇന്ന് രാത്രിയോടെ പ്രതീക്ഷിക്കാം. കാരണം എല്ലാ വർഷവും അങ്ങനെ വരാറുണ്ട്. അഥവാ വന്നില്ലെങ്കിൽ നാളെ വൈകിട്ട് 5 മണിക്കകം വരുന്നതായിരിക്കും. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതിനായി വിദ്യാർത്ഥികൾ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കാം. തുറന്നു വരുന്ന പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് ലഭ്യമാകും. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ആ ലിങ്ക് അവിടെ ലഭ്യമാകുക. ആ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കൺഗ്രാജുലേഷൻ, സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. ഇനി സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്നിങ്ങനെയാണ് കാണാൻ സാധിക്കുക. നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട തരത്തിലുള്ള എഡിറ്റിംഗ് സാധ്യമാണ്. മെയ് മാസം 28 വരെ നാളെ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ മുതൽ മെയ് മാസം 28 വരെ വിദ്യാർത്ഥികൾക്ക് വേണ്ട എഡിറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടില്ല. കാരണം നിരവധി വിദ്യാർത്ഥികൾ അപേക്ഷയിൽ തെറ്റുവന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകാം. അതേസമയം ഫൈനൽ കൺഫർമേഷൻ നൽകാതെ പോയ വിദ്യാർത്ഥികൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നാളത്തെ ട്രയൽ അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടില്ല. അതായത് എന്തെങ്കിലും തരത്തിൽ അപേക്ഷയിൽ തെറ്റുവന്നു പോയ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഫൈനൽ കൺഫർമേഷൻ നൽകാൻ വിട്ടുപോയ വിദ്യാർത്ഥികളുടെ അപേക്ഷകളൊന്നും നാളത്തെ ട്രയൽ അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല. അവർക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് HSCAP മെയ് 28 വരെ എന്ത് ചെയ്തിരിക്കുന്നത്, അവസരം തരാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് തിരുത്തുവാനും ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത അപേക്ഷകൾ ഫൈനൽ കൺഫർമേഷൻ നൽകി HSCAPന് അന്തിമമായി സമർപ്പിക്കാനുമുള്ള അവസരമാണ് നൽകുന്നത്. എന്തായാലും ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ മാസം 2 പ്രസിദ്ധീകരിക്കും. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കൂടുതൽ അറിയിപ്പുകൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ. അപ്പോൾ പുതിയ കാണുന്നവരെ, മൈ നെയിം ഇസ് കറി, ദ ഫൗണ്ടർ ഓഫ് Career for the Career Guide. Thanks for watching. Bye.